ഇന്ന് കാണിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ വിനിഗർ ഒന്നും തന്നെ ചേർക്കുന്നുമില്ല. കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. കരിഞ്ചീരകവും പെരുംജീരകവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് പാത്രത്തിനകത്തോട്ട് നിരത്തിയിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിനി ഇന്ന് വെയിലത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂർ മാത്രം വെയിലത്ത് വെച്ചാൽ മതിയേ. ഇതിനി വെയിലത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണിത്. ഇതിൻ്റെ പുറമേ ഉള്ള ആ വെള്ളമായി ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതി. 3-4 മണിക്കൂർ കൂടുതൽ വേണ്ട. അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് വളഞ്ഞു വന്നിരിക്കുന്നുണ്ടല്ലേ, അത്രയും മാത്രം മതി. ഇനി ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണല്ല, ഓഫാണ്. ആദ്യമേ ചേർത്തത് 1 സ്പൂൺ പെരുംജീരകം, പിന്നീട് 2 സ്പൂൺ കടുക്, ഇനി ഒരു 5-6 വറ്റൽമുളക് ചേർക്കുക, 1 സ്പൂൺ ഉലുവ ചേർക്കുക, ഇനി ഒരു 1.25 സ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നേ ഒന്നും നിൽക്കത്തൊന്നുമില്ല, അറിയത്തേയില്ല. ഇനി ഗ്യാസ് ഓണാക്കുക. ഓണായതിന് ശേഷം തീ കുറച്ച് വെക്കുക. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാടൊന്ന് ബ്രൗൺ ആക്കി എടുക്കണ്ട, നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് ആ കടുവൊക്കെ ചെറുതായിട്ടൊന്ന് പിരുപരാന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തൊന്ന് പൊടിച്ചെടുക്കണം. നല്ലവണ്ണം പൊടിച്ചെടുക്കണ്ട, ഒന്ന് തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇതൊരു സ്പൂണായിട്ട് അളവ് വരുമേ. അതേ അളവിൽ തന്നെ എരിവുള്ള മുളക് പൊടി ചേർക്കാം. അച്ചാറിനൊക്കെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടിയവർ 2 സ്പൂണും എരിവുള്ളത് ചേർത്താലും മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഈ ഒരളവിലാണ് കായപ്പൊടി ചേർക്കുന്നത്. വേണമെങ്കിൽ അല്പം കൂടി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഈ ഒരളവിൽ അരിമോദകമാണ് ചേർക്കുന്നത്, അജ്വൈൻ, അതുകൂടി ചേർക്കാം. ഇനി അതേ അളവിൽ തന്നെ ഇത് കരിഞ്ചീരകമാണ്, അതുകൂടി ചേർക്കാം. ഇതൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇനി തരുതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ചേർക്കാം. ഇനി ഇതിൽ വെള്ളമോ വിനിഗറോ ഒന്നും ചേർക്കുന്നില്ല, എണ്ണയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 1.5 തവിയോളം എടുത്തിട്ടുള്ളൂ. ഞാനിത് നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കടുകെണ്ണ എടുക്കാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലവണ്ണം ഒന്ന് ചൂടാക്കി വേണം ഒഴിക്കാനായിട്ട്. ഞാനിവിടെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഒരുപാടൊന്ന് പുക വരുന്ന രീതിയിലൊന്നും ചൂടാക്കുന്നില്ല. എണ്ണ ചൂടായ ഉടനെ ആ പൊടിക്കകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതായത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ പറയേണ്ട കാര്യമില്ല, കടുകെണ്ണയോ നല്ലെണ്ണയോ ആണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കാനൂടെ സഹായിക്കുകയും ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ചൂട് കാണുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, മാങ്ങയോടെ ചേർക്കുക. ആ മാങ്ങ ഉണങ്ങി വന്നപ്പോഴത്തേന് ഒരു 1.25 കപ്പോളം ഉണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. അച്ചാറല്ലേ, കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കണം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് ഇളക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്യാനെടുക്കുന്ന ബൗളാണെങ്കിലും സ്പൂണാണെങ്കിലും ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി മാങ്ങയൊന്നും ചൂടാക്കുന്നൊന്നുമില്ല. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാല എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ. അപ്പം നമുക്ക് ഈ സമയത്തൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതായത് ആ അജ്വൈൻ ഉണ്ടല്ലോ, അരിമോദകത്തിൻ്റെ ആ കുത്തൽ നല്ലതായിട്ടുണ്ടാകും. അടുത്ത 2-3 ദിവസത്തിനൊക്കെ ഈ കുത്തൽ ടേസ്റ്റ് തന്നെ ഉണ്ടാകും. ഒരു 5 ദിവസം എടുക്കും അതിൻ്റെ ആ കുത്തൽ ആ ടേസ്റ്റ് ഒന്ന് മാറി മാങ്ങയിലൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരാനായിട്ട്. ഞാനിതൊരു 5 ദിവസത്തേന് ഇങ്ങനെ ഇതേ പാത്രത്തിൽ തന്നെ മൂടി വയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. 5 ദിവസത്തിന് ശേഷം ഉള്ളതും കാണിക്കാം. നോർത്ത് ഇന്ത്യൻസ് ഇതിൽ നല്ലവണ്ണം എണ്ണ ചേർക്കും. ഞാനൊരു ലിമിറ്റിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ഒരളവ് വേണ്ട, ഇതിലും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചേർത്ത് വയ്ക്കാം.
ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോൾ വേണം ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോഴത്തേനും ആ കരിഞ്ജീരകത്തിൻ്റെയും ആ ഒരു അജ്വൈൻ്റെയും ഒക്കെ കുത്തൽ ടേസ്റ്റൊക്കെ മാറി ആ മാങ്ങ ഒന്ന് ചുരുങ്ങും, കളറൊക്കെ കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് മാങ്ങയിൽ മസാലയൊക്കെ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇന്നുണ്ടാക്കിയിട്ട് നാളെ തൊട്ട് ഈ അച്ചാർ ഉപയോഗിക്കാമെന്ന് വിചാരിക്കരുത്. ഇതിന് സമയം കൊടുക്കണം. ഒരു 10 ദിവസമെങ്കിലും ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം കഴിച്ചു തുടങ്ങാനായിട്ട്. ഇതൊരു 5 ദിവസം ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചതായിരുന്നേ. നല്ലവണ്ണം എണ്ണയൊക്കെ അടിയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എണ്ണ ഞാൻ ഇതിനകത്ത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. മാങ്ങയൊക്കെ ചുരുങ്ങി മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിരിക്കുന്നതാണ്. വെറൈറ്റി മാങ്ങാച്ചാർ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ആദ്യമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒരു 2 കപ്പ് മാങ്ങയിൽ ആദ്യമേ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ അളവുകളൊക്കെ ഡബിളും ത്രിബിളും ആക്കിക്കൊണ്ടൊക്കെ ചെയ്തെടുക്കുക. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് പോണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വന്നു ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.